അതെ, നമുക്കിന്ന് ഇച്ചിരി മത്തങ്ങ വിളയിച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1.5 സ്പൂണ് നെയ്യ് ആദ്യമേ ചേർത്ത് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തോട്ട് ഒരു മുറി തേങ്ങ ചെറുതായിട്ട് ചിരകിയതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കതിനകത്തോട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല മൂത്ത് പഴുത്ത് വിളഞ്ഞ മത്തങ്ങയാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു 1/4 കിലോ ശർക്കരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്, അതങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഈ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ മധുരമൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിടിക്കണം. അതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം, ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇനി നമുക്ക് നന്നായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ഇഡ്ഡലി പാത്രത്തിന് തട്ടേ വെച്ച് ആവി കയറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ ആ തേങ്ങയും മധുരവും ഒക്കെ ഒന്ന് പിടിക്കുന്നതിന്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അവനവൻ്റെ ആവശ്യത്തിന് 1.5 സ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ചോറ് വെക്കുന്ന അരി നമുക്ക് വറുത്ത് പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ മത്തങ്ങ ഒരു കട്ടിയില്ലാത്ത ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് അതുകൂടെ ഒന്ന് ഇളക്കി അതിനകത്തോട്ട് 1.5 സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ചട്ടിയിൽ നമ്മൾ ഈ ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ വിട്ടുപോരുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വിട്ടുപോരുന്ന പരുവത്തിൽ നമുക്ക് എടുക്കണം. ഇനി നല്ലപോലെ ഒരു എണ്ണയോ ഓയിലോ തടവി ഒരു പാത്രത്തിലേക്ക് നമുക്കത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടോട് കൂടി തന്നെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ തണുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ മത്തങ്ങ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.